കല്യാണത്തിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രാവിലെ നല്ല 10 മണിക്ക് വിചാരിച്ചാണ് 10-11 മണിയായി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കഴിഞ്ഞിട്ട് വേണം കല്യാണ വീട്ടിലേക്ക് പോകാൻ. ആക്ച്വലി ഇന്നലെ രാത്രി ഞങ്ങൾ വേറെ കസിൻ്റെ വീട്ടിലേക്ക് കിടക്കാൻ വന്നിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഒക്കെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി ബാക്ക് എടുക്കുകയാണ് ഗൈസ്, ബാക്ക് എടുക്കുകയാണ്. ഞാൻ ഇറങ്ങാണ്. ഉച്ചയാകുമ്പോഴേക്കും തന്നെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ട്രിവാൻഡ്രത്തു നിന്നുള്ള ബിജാൻഡി, സക്രിയാച്ചൻ, പിന്നെ കോഴിക്കോട് നിന്നുള്ള ടീംസ്, അങ്ങനെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ എന്താണ് ഇലട്ട കോലം നോക്കിയാണ് ആരട്ടത്. അതാ ക്യാമറ, ഇതൊക്കെയല്ല ക്യാമറയില് വേണ്ടത്. ഇവിടെ ഇരുന്നോളൂ. കുറച്ച് മതി കേട്ടോ എനിക്ക്. സക്രിയാച്ചൻ ഒക്കെ സ്പെഷ്യൽ ചോറ് എനിക്ക് ഇല്ല, പറയില്ല മറുപടി. അപ്പൊ മതി. This is കുമ്പളങ്ങ കറി. കുമ്പളങ്ങ കറി ജീവിതത്തിൽ കാണാത്ത ആളാണ്. തിരി കുറച്ച് സാമ്പാർ മതി. താങ്ക് യു മോംസ്. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട് പാലക്കാട്? അവിടെ ഉണ്ടല്ലോ. ഒരു സംശയം, ഇതിൽ ആരാണ് മണവാട്ടി? അവിടെ ഒരാൾ നെൽപ്പൊടിച്ചിടുന്നു, ഇവിടെ ഒരാൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ വ്ളോഗിലിടും. മാമേ നോക്കണേ. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും വൈഷ്ണയും കൂടിയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാറേൻ്റെ മരോട്ട് പോയിട്ടോ. ആ ബാക്കിൽ കാണുന്ന മലയൊക്കെ നമ്മുടെ അന്ന് ബാബു കയറി മരല്ലേ, അതിൻ്റെ സൈഡാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മാറ്റണമല്ലോ, വൈകുന്നേരമാണല്ലോ പ്രോഗ്രാം, അതിനുള്ള ഡ്രസ്സ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് പോവുകയായി. യെസ്, അപ്പം കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഞാൻ ഫുൾ റെഡി ആയി വന്നിരിക്കുകയാണ്. പലരും നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് തലേ ദിവസത്തെ കേട്ടോ. അടിപൊളി നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. സൂപ്പറായിട്ട് മുടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫി ഏട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. തിരൂരിൽ നിന്നാണ് ഞങ്ങൾ, രാംബാബു ഏട്ടനാണ് വന്നിട്ടുള്ളത്. അതാ പൊന്നെ ചാടലേ. നല്ല രസമുണ്ട് കേട്ടോ പൊന്നി ഒരുങ്ങിയത്. ഇഷ്ടമായി. ഈ ലുക്കിൽ കാണാത്തോണ്ടേ വീഡിയോ അടി. ഒന്നുകൂടി കറങ്ങടേ. ടിഷ്യൂ കൊറേ വേണ്ടി വരും. വല്ലാണ്ട് ഒപ്പണ്ട കേട്ടോ ഉണ്ട്. ഓ, ഹിന്ദി സീരിയൽ ഒന്നും കാണാറില്ലേ നീ? വെറും കൊറേ കണ്ടു തരണോ? അതില് ഷോളൊന്നുമില്ല. ഓ ഉണ്ട്. നമുക്ക് എവിടേക്കാണെങ്കിലും പോവാം. നല്ല വ്യൂ ഉള്ള സ്ഥലല്ലേ. അടിപൊളി. എന്നാ വാങ്ങി? ഇന്നലെയാ? ചെന്നൈന്നാ? തകൃതിയായി ഫോട്ടോ എടുപ്പ് നടക്കുകയാണ്. ഓടുന്നു, ചാടുന്നു. വാവ്.
ചാടി വരുന്നു എടി പൊന്നി നെറ്റിച്ചുട്ടി. മഴ പെയ്തല്ല മഴ പണി തന്നു. ഇടിയൊക്കെ വിട്ടു. മഴ പെയ്താലും നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടായി ബാക്കി ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതൊക്കെ ഒന്നും മേക്കപ്പേ അല്ല, മേക്കപ്പേ മേക്കപ്പ് നമ്മളെക്കാളും കുറവാ. നിങ്ങളെ പൗഡറൊക്കെ ഞങ്ങൾ നിനക്ക് ചെയ്തു തരുമായിരുന്നു. നോക്ക്, 4000 എന്റെ രമേശേട്ട് എത്ര പ്രാവശ്യം ഉണ്ടാവില്ല. ഓ ഇന്ത്യ രമേശേട്ട് നിങ്ങൾ തന്നെയാണ് ഇന്ത്യ എന്ന് സ്പെസിഫൈ ചെയ്യണ്ട. ഇന്ത്യ അതന്നെ ഇന്ത്യ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏട്ടനെ കാണുന്നേ ഇല്ല. തപ്പി 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 വന്ന് നോക്കിയപ്പോൾ ഇതാ ചെമ്പെന്ന് തന്നെ ഡയറക്റ്റായിട്ട് അടിച്ച് തിന്നലാണ് രണ്ടാളും കൂടി കയ്യോടെ പൊക്കി. അങ്ങനെ പയ്യൻ്റെ വീട്ടുകാർ വന്നിട്ടോ. നമുക്ക് ഈ പെട്ടി തരുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഇവർ ഓൾറെഡി എറണാകുളത്ത് ആയതുകൊണ്ട് തലേന്ന് വന്ന് ഇവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാട്ടോ ഇപ്പം ഇനി കാണാൻ പോകുന്നത്. വന്നോ അമ്മച്ച പൊന്നി വരൂ. ക്ലാപ്പ് ചെയ്തോ? ക്ലാപ്പ് അടിച്ച്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 2 കൂട്ടുകാർക്കും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിതുപോലത്തെ കുറെ കൂട്ടുകാർ സംഘമുണ്ട് അവിടെയൊക്കെ. ഇടാൻ പറ്റില്ല. നെക്സ്റ്റ് ലെവലും കുട്ടികൾക്ക് ചാച്ചു ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ അറിയില്ല, ഏതോ ഒരേട്ടനാ.
സിദ്ധുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല പിക്സ് വേണമെന്ന് സോനേട്ടൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ആക്ഷൻ കാണിക്കലാണ് ഇത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ചിരിപ്പിക്കാൻ കുറച്ച് പണിയാണല്ലോ. എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി അവരും ഒരു ഡാൻസ് ഭ്രാന്തനായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ സിദ്ധൂട്ടൻ്റെ. എന്തായാലും തലേ ദിവസത്തെ കലാശക്കൊട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. എല്ലാവരും അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും വിത്ത് മ്യൂസിക് ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ. ഇത് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡാൻസ്, ആ തലേ ദിവസത്തെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ എല്ലാ വീഡിയോസും എല്ലാം ഇല്ല, മാക്സിമം എല്ലാം ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം അടുത്ത കല്യാണത്തിൻ്റെ അന്നത്തെ വ്ളോഗ് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.